ആഴ്ചയിൽ ഒരു തവണ ചെറുപയർ കറി ആയാലോ? ചോറിനൊപ്പം, ചപ്പാത്തിക്ക്, പുട്ടിന് എല്ലാം ചേരുന്നൊരു കറിയാണ് ചെറുപയർ കറി. അപ്പോൾ നമുക്ക് ചെറുപയർ കറി വെക്കാൻ ആവശ്യമായിട്ട് 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ശേഷം അത് നന്നായി കഴുകിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കേണ്ടതുണ്ട്. ചെറുപയറിൽ ചളി ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ചെറുപയറിലേക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം കുക്കറിൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 6 വിസിൽ അല്ലെങ്കിൽ 7 വിസിലെങ്കിലും അടിച്ചെടുക്കേണ്ടതുണ്ട്. ചെറുപയർ നന്നായി വെന്ത് വരണം. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സവാള 1 കട്ട് ചെയ്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് സവാളയും വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ, അരച്ചെടുക്കരുത്. ഇത് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തിട്ടുണ്ട്. അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളിയിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്താൽ വേറൊരു ടേസ്റ്റാണ്. ചെറുപയർ വിസിലടിച്ച് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ് അതിന് ശേഷം ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. നന്നായി മൂത്ത് ഉള്ളി, വെളുത്തുള്ളി പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്ത് പോവാൻ വേണ്ടിയിട്ടാണ്. നന്നായി മൂത്തു എന്ന് തോന്നുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ചെറുപയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1 ഗ്ലാസ് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ശേഷം മൂത്ത് വന്ന ഉള്ളിയിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടുപ്പത്തിരുന്ന് ഒന്ന് തിളച്ച് വരണം. കറിയിലേക്ക് ഉപ്പും മുളകും എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയർ ഒഴിച്ച് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിനൊപ്പം സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാവുന്ന ഒരു കറി തന്നെയാണ് ഈ ചെറുപയർ കറി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.